അതുകൊണ്ട് തന്നെ റജബ് ഹിജറ കലണ്ടറിലെ 7ാമത്തെ മാസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭം ധരിച്ച മാസമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റജബ് മാസത്തിനുണ്ട്. റജബിന് ആദരണീയമാക്കിയ മാസം, അങ്ങനെയും ഒരു അർത്ഥം. ചുരുക്കത്തിൽ ജാഹിലിയ കാലത്ത് പോലും ഈ മാസത്തെ വളരെ പവിത്രമായി കണ്ടിരുന്നു. മുളർ ഗോത്രക്കാർ ഈ മാസത്തെ വല്ലാതെ ആദരിച്ചതായി, അതുകൊണ്ട് തന്നെ റജബുൽ മുളർ എന്നും ഈ മാസം അറിയപ്പെടുന്നു. യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിൽ പ്രധാനപ്പെട്ടൊരു മാസം റജബ് മാസമാണ്. അല്ലാമ സയ്യിദ് ബഖരി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, റജബ് ഹുവ മുഷ്തഖും മിന തർജീബ്. തർജീബ് എന്ന ധാതുവിൽ നിന്നാണ് റജബ് എന്ന പദം ഉത്ഭവിച്ചത്. വഹുവ തഅളീം, അതിൻ്റെ അർത്ഥം ആദരവ്, ബഹുമാനം എന്നൊക്കെയാണ്. ലിഅന്നൽ അറബ കാനത് തുഅള്ളിമുഹു സിയാദതൻ അലാ ഗൈരി. മറ്റു മാസങ്ങളെക്കാൾ ധാരാളമായി ആദരവും ബഹുമാനവും കൽപ്പിച്ച മാസം അറബികൾ ഈ റജബ് മാസത്തെ ആയിരുന്നു. വയുസമ്മൽ അസബ്ബ, അസബ് എന്നൊരു പേരും ഇതിനുണ്ട്. ഇൻസാബിൽ ഖൈരി ഫീഹി, അതിൽ ധാരാളം നന്മകൾ ചൊരിയുന്നതിനാൽ ചൊരിയുന്ന മാസം, അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. വൽ അസമ്മു, അസമ്മ് എന്നൊരു പേരും അതിനുണ്ട്. അസമ്മ് എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാത്ത എന്നൊരു അർത്ഥം. ചെവിടുപെട്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും പ്രധാനമായും അങ്ങനെ പറയുന്നത് ആ മാസത്തിൽ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കാറില്ല. അത്രയും ഒരു ബഹുമാനം അതിനുണ്ട്. എറിയുന്നത്, അങ്ങനെയും ഒരു അർത്ഥം അതിനുണ്ട്. അതെന്തുകൊണ്ടാണ്? ശത്രുക്കളെയും പൈശാചിക ശക്തികളെയും ഒക്കെ ഓടിക്കുന്ന മാസം. അതുകൊണ്ട് തന്നെ റജ്മ് എന്നൊരർത്ഥവും റജബ് മാസത്തിനുണ്ട്. എന്നാൽ സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും പിശാചുക്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് റജബിന്റെ പവിത്രത പറഞ്ഞ ഇആനത്തുൽ ത്വാലിബീനിലെ 2ാം വാള്യം 307ാമത്തെ പേരിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. മഹാനായ ദൈലമി റളിയല്ലാഹു അൻഹു മറ്റും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് ശഹ്റുല്ലാഹ്. റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാൻ ശഹ്രി, ശഅബാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാസമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. റമളാൻ ശഹ്രി ഉമ്മത്തി, റമളാൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്നും അൽ മഖാസിദുൽ ഹസന എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇതിൽ മാസങ്ങളുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്വൽ മുഈനിൽ എഴുതുന്നു, അഫ്ളൽ ശുഹൂരി, മാസങ്ങളുടെ ഏറ്റവും നേതാവ് അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മാസം അത് റമളാനാണ്. അതിനാർക്കും തർക്കമില്ല. എന്നാൽ ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അൽ അശ്ഹുറുൽ ഹുറും, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. വ അഫ്ളലുഹ, അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽ മുഹറം, മുഹറം മാസമാണ്. സുമ്മ റജബു, പിന്നെ റജബ് മാസമാണ്. സുമ്മ
സുമ്മൽ ഹിജ്ജ, പിന്നെ ദുൽഹിജ്ജ മാസമാണ്. സുമ്മൽ ഖഅദതു സുമ്മ ശഹ്റു ശഅബാൻ, പിന്നെ ദുൽഖഅദയും പിന്നെ ശഅബാൻ മാസവുമാണ്. അവിടെയും റജബ് മാസത്തിന് പവിത്രതയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈദാ കാന ദംബു ഫീഹിന്ന, ഈ മാസത്തിൽ ഒരാൾ പാപം ചെയ്താൽ അഅ്ളമു വിസ്റ, അത് വലിയ തെറ്റന്നെയാണ്, ഗൗരവമുള്ള തെറ്റാണ്. എന്നാൽ അദ്ദേഹം ഒരാള് അൽ ബിർറു, ഒരു നന്മ ചെയ്താലോ അക്സറ അജ്റ, അതിന് ഒരുപാട് വർധനവ് അല്ലാഹു നൽകുകയാണ്. തെറ്റ് ചെയ്താലോ വലിയ ഗൗരവമാണ്, നന്മ ചെയ്താലോ നല്ല സ്നേഹവും അല്ലാഹുവിനുണ്ടാവും. അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഭൗതിക മേഖലയിൽ ജീവിക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് വലിയ ഗൗരവമാണ്. സാധാരണ ഏതെങ്കിലും ഒരു കാട്ടിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യുന്ന തെറ്റ് അല്ല ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ അതിന് കടുപ്പം കൂടുതലാണ്. എന്നാൽ ഒരു പോലീസുകാരൻ ചെയ്യുമ്പോഴോ അത് തെറ്റിന്റെ ഗൗരവത്തിന്റെ പദവി കൂടുകയാണ്. എന്ന് പറഞ്ഞതുപോലെ സാധാരണ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ റജബ് മാസത്തിലാകുമ്പോൾ ആ തെറ്റിന് വലിയ ഗൗരവമാണ്. അതിൽ നന്മ ചെയ്താലോ അതിൽ അവന് വലിയ വർധനവ് അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം ആഗതമായാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്ന് റജബിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയും തന്റെ സമുദായത്തിനോട് ആ പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. കാരണം വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ നിന്നുള്ള തഖ്വയാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെയെല്ലാം ആദരിച്ചിട്ടുണ്ടോ അതിനെ നാം ആദരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല എന്തിനെയെല്ലാം ബഹുമാനിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം നാം ബഹുമാനിക്കേണ്ടതുണ്ട്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ സഫായ മിൻ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു അവന്റെ സൃഷ്ടികളിൽ നിന്ന് മലക്കുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അങ്ങനെ പവിത്രമാക്കിയിട്ടുണ്ട്. വമിനൻ നാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. റസൂല, മുർസലുകളെ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. വസ്തഫാ മിനൽ കലാമി, സംസാരങ്ങളിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദിക്റഹു, അല്ലാഹുവിനെ സ്മരിക്കലാണ് ദിക്റാണ്. അപ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുന്നത്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നത് അത് കലാമിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വസ്തഫാ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അൽ മസാജിദ, പള്ളികളെയാണ്. സാധാരണ റോഡ് സൈഡിലുള്ളത് പോലെയല്ല ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്ന സ്ഥലം. ആ കയറിയിരുന്ന ഈ സ്ഥലത്തിന് വലിയ പവിത്രതയുണ്ട്. ഇത്തികാഫിന്റെ നിയ്യത്ത് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചൊല്ലിയാൽ അതിന്റെ കൂലി കിട്ടുകയാണ്. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. അല്ലാഹു അതിന്റെ കൂലി നമുക്ക് തരുമാറാകട്ടെ. അത് നമ്മൾ പുറത്തിറങ്ങിയാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഭൂമിയിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തത് പള്ളികളെയാണ്. എന്നാൽ ഈ പള്ളികളിലും വലിയ വലിയ പവിത്രതയുള്ള പള്ളിയുണ്ട്. അതിലൊന്ന് കൂടെ ഡിഗ്രി കൂടുതലാണ് ബൈത്തുൽ മുഖദ്ദസ്, അതിനേക്കാൾ ഡിഗ്രി കൂടുതലാണ് മസ്ജിദുൻ നബവി, അതിനേക്കാളും ഡിഗ്രി കൂടുതലാണ് മസ്ജിദുൽ ഹറാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന്
ചിലതിനെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനപ്പെട്ടത് പള്ളിയാണ്. എന്നിട്ട് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, മാസങ്ങളിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തു റമളാൻ മാസത്തെ തിരഞ്ഞെടുത്തു. വൽ അശ്ഹുരിൽ ഹുറം, പവിത്രമായ മാസങ്ങളെയും അല്ലാഹു തിരഞ്ഞെടുത്തു. ആ പവിത്രത എന്ന് പറയുന്നത് അതിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമുണ്ട്. ആ മാസങ്ങളിൽ 4 മാസമുണ്ടല്ലോ, മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ, റജബ്. അപ്പൊ ഈ 4 മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസം റജബ് മാസമാണ്. അങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വസ്തഫ മിനൽ അയ്യാമി, ദിവസങ്ങളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ സാധാരണയുള്ള ദിവസം പോലെയല്ല വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നേരത്തെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം. സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടി ശ്രമിക്കണം. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അന്നത്തെ കുളിക്ക് തന്നെ വലിയ പവിത്രതയുണ്ട്. സാധാരണ കുളിയെ പോലെയല്ല. നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അല്ലാഹു കൂലി തരുന്നു. അപ്പൊ ദിവസങ്ങളിൽ വെച്ച് അല്ലാഹു തെരഞ്ഞെടുത്തത് വെള്ളിയാഴ്ച ദിവസമാണ്. മുസ്തഫ മിനൽ ലയാലി, രാവുകളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅദിമു മാ അല്ലാഹ്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു ആദരിച്ചതിനെ, അല്ലാഹു ബഹുമാനിച്ചതിനെ നിങ്ങൾ ആദരിക്കുകയും ഫഇന്നമാ തഅദീമൽ ഉമൂരി, ഇത്തരം കാര്യങ്ങളെയെല്ലാം നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ബിമാ അല്ലാഹു ആദരിച്ചതിനെയാണ് നിങ്ങൾ ആദരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് അഹ്ലുൽ ഫഹ്മിന്റെയും അഹ്ലുൽ അഖ്ലിന്റെയും ഏറ്റവും വലിയ ബാധ്യതയാണ്. അഥവാ ബുദ്ധിയുള്ളവൻ, ഗ്രാഹ്യശക്തിയുള്ളവൻ ഇതൊക്കെ മനസ്സിലാക്കി ആ ആദരവും ബഹുമാനവും പാലിക്കണം. റജബ് മാസം ആഗതമായി കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആദരവിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ബഹുമാനം എന്ന് പറഞ്ഞാൽ 2 സെഷനായിട്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തരംതിരിക്കുകയാണ്. എന്നിട്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വമഅനൽ ഹുറും, ബഹുമാനം എന്ന് പറഞ്ഞാൽ അത് 2 വശം അതിനുണ്ട്. ഒന്ന്, അന്നൽ മഅസിയത ഫീഹി അശദ്ദു ഇഖാബാ, ഈ മാസത്തിൽ നിങ്ങൾ പാപം ചെയ്താൽ ശിക്ഷ വലിയ ശക്തിയാണ് കേട്ടോ. അതുകൊണ്ട് പാപം ഈ മാസത്തിൽ പരമാവധി നിങ്ങൾ ചെയ്യാതിരിക്കണം. വത്വാഅതു ഫീഹാ അക്തറു സവാബ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതിയാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നന്മകൾ ചെയ്താൽ അക്തറു സവാബ, അതിന് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. എന്നിട്ട് പറയുന്നു, വൽ അറബു, അറബികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കാനൂ യുഅദ്ദിമൂനഹാ ജിദ്ദൻ, അവർ വളരെയധികം ബഹുമാനം കൽപ്പിച്ചിരുന്നു. എത്രത്തോളം, ഹത്താ ലൗ ലഖിയ റജുലു ഖാതലാ ബിഹി, ആ അറബികളിൽപ്പെട്ട ഒരാള് കൊന്നു വധിച്ചു എങ്കിൽ അത് അവരുടെ പിതാവിനെ തന്നെയാണ് വധിച്ചത് എങ്കിൽ പോലും റജബ് മാസമാണോ ലം യതഅറം, അവർ അതിൽ പ്രതികാരം ചെയ്യുകയില്ല. അത്രതോനെ ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ആ റജബ് മാസം വരുമ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് ആ റജബിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് പറയുന്നു, ശഹ്റു റജബിൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ആ റജബ് മാസം എന്ന് പറയുന്നത് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട മാസമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് നമുക്ക് ക്ലീൻ ആക്കാൻ, നമ്മുടെ ഹൃദയം ക്ലീൻ ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാണ് ഇസ്തിഗ്ഫാർ. ഇതിങ്ങനെ ചൊല്ലി 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 പാപക്കറകൾ ഇങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റിയ മരുന്നാണ്. അങ്ങനെ ശഅബാൻ വന്നാലോ, ശഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താരി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. വശഹ്റു റമളാൻ ശഹ്റു ഖിറാഅത്തിൽ ഖുർആൻ, റമളാൻ ആയി കഴിഞ്ഞാലോ
അതിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ്. ഖുർആൻ അവതരിച്ചത് വിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്നൊരു കൽപ്പന ഇറങ്ങിയത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് റജബിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം, ശഅബാനിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം, റമളാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ മഹത്തായ മാസത്തെ വല്ലാതെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അവരുടെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് റജബ് 1-ാം രാവാണ്. ആ റജബ് 1-ാം രാവായി കഴിഞ്ഞാൽ മഹാനവറുകൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ മഹാനവറുകൾ മനംനൊന്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്: അല്ലാഹുവേ, എന്റെ പാപം ഒന്ന് പുറത്തു തരണേ, പാപമില്ലാത്ത ജീവിതം എനിക്ക് തരണേ, ഞാൻ ചെയ്ത പാപം കാരണത്താൽ ആഖിറത്തിൽ എന്നെ പിടികൂടരുതേ എന്ന് പറഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഓ മുഅ്മിനീങ്ങളെ, മഹാന്മാർ നമ്മൾ നന്നാവാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഏതാണ്? ആ ദിക്ർ നിങ്ങൾ റജബ് മാസത്തിന്റെ 1 മുതൽ അവസാനം വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവനെ നരകം സ്പർശിക്കുകയില്ല. ആ ദിക്ർ ഏതാണ്? റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ദിക്റാണ്. എല്ലാവരും ചൊല്ലു നോക്കൂ. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ, റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ. റബ്ബി ഗഫിർലി, പടച്ചോനെ എനിക്ക് നീ മാപ്പ് തരണേ, എന്റെ പാപം പുറത്തു തരണേ. വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണേ. വതുബ് അലയ്യ, എന്റെ ഈ തേട്ടം നീ കബൂലാക്കണേ, എന്നെ തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ആ ദിക്ർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും റജബ് 1 മുതൽ അവസാനം വരെ ചൊല്ലിയാൽ അവനെ നരകം സ്പർശിക്കുകയില്ല. നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ദുനിയാവിലുള്ള തീ എന്ന് പറയുന്നത് നരകത്തിന്റെ എത്രയോ ചെറിയ 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 ഒരു തരിയാണ്. അതിനേക്കാൾ ഡിഗ്രി കൂടി 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 70 ഇരട്ടിയാകുന്ന നരകം അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. റബ്ബേ, നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നുണ്ട്: വബലഗനാ അന്നഹു കാന യുഖാൽ ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലി. ഏറ്റവും പ്രധാനപ്പെട്ട 5 രാവുകൾ, ആ 5 രാവുകളിൽ ദുആയിന് ഇജാബത്ത് കിട്ടുന്ന 5 രാവുകളുണ്ട്. 1 ഫീ ലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്. 2 വലൈലത്തിൽ അദ്ഹ, ബലിപെരുന്നാളിന്റെ രാവ്. 3 വലൈലത്തിൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ രാവ്. 4 ലൈലത്തിൽ മിൻ റജബ്, റജബ് മാസത്തിൽ നിന്നുള്ള ആദ്യത്തെ രാവ്. റജബ് നമ്മുടെ ജമാദുൽ ഉഖ്റയുടെ 29 ആയാൽ പ്രതീക്ഷിച്ചിരിക്കണം. ഇന്ന് റജബ് 1 ആയോ, മാസം കണ്ടോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. മാസം കണ്ടാൽ പറ്റുമെങ്കിൽ എത്ര തോനെ ഉറക്കൊഴിച്ച് ആ രാവിനെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചോ വലിയ നേട്ടമാണ്. അങ്ങനെ ഇരിക്കണം. പിന്നെ 30 ആയാൽ എന്തായാലും പിറ്റേ ദിവസം റജബ് 1 ആണ്. 30ന്റെ രാവ് നമ്മൾ അങ്ങനെ ഹയാത്താക്കണം. അതിന് വലിയ പവിത്രതയുണ്ട്. മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് റജബിലെ മഹത്വം എന്ന് പറഞ്ഞാൽ അതിലെ ആദ്യത്തെ 10-നാണ്. കാരണം അതിന് റജബിന്റെ 1-ാം രാവുള്ളത് കൊണ്ടാണ്. ശഅബാനിലെ മഹത്വം എന്ന് പറയുന്നത് അതിലെ 2-ാമത്തെ 10-നാണ്. കാരണം ആ 2-ാമത്തെ 10-ലാണ് ബറാഅത്ത് രാവുള്ളത്. റമളാനിലെ മഹത്വം എന്ന് പറഞ്ഞാലോ അതിലെ അവസാനത്തെ രാവിനാണ്. കാരണം അതിനാണ് ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്നത്. മഹാനായ അബൂബക്കറുൽ വാരിഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റജബ് എന്ന് പറഞ്ഞാൽ കൃഷിയുടെ മാസമാണ്.
കൃഷി ചെയ്യണം. അപ്പൊ ആ കൃഷി ചെയ്യാൻ പറ്റിയ പാകപ്പെടുന്ന മനസ്സ് നമുക്ക് വേണം. എല്ലാം മ്ലേച്ഛതകൾ ക്ലീൻ ആക്കി എടുക്കണം. കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, നാക്കുകൊണ്ട് പറഞ്ഞത്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് എല്ലാം ക്ലീൻ ചെയ്യണം. ആ ക്ലീൻ ചെയ്ത മനസ്സിലേക്ക് പിന്നീട് നമ്മൾ ഖുർആൻ ഓതിയാൽ, നന്മ ചെയ്താൽ അതിലേക്ക് നമുക്ക് ഓരോന്നും സവാബുകൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റജബ് എന്ന് പറയുന്നത് കൃഷിയുടെ മാസമാണ്. ഒരു കൃഷി ചെയ്യുന്ന സ്ഥലം ഒരു പാറപ്പുറമാണ്. എന്തെല്ലാം കുപ്പിച്ചില്ലുകളും മുള്ളുകളും ഒക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ആക്കുന്ന സ്ഥലം ക്ലീൻ ആക്കിയിട്ടില്ല, അവിടെ കൃഷി ഉണ്ടാവുകയില്ല. ശഅബാൻ എന്ന് പറയുന്നത് വെള്ളം നനക്കുന്ന മാസമാണ്. റമദാൻ എന്ന് പറയുന്നത് കൃഷി ചെയ്ത ആ സാധനം കൊയ്തെടുക്കുന്ന വിളവെടുപ്പിന്റെ മാസമാണ്. അഥവാ റജബ് ആകുമ്പോൾ തന്നെ സൽക്കർമ്മങ്ങൾ തുടങ്ങണം. അത് മുടങ്ങാതെ ശഅബാനിൽ കൊണ്ടു നടക്കണം. അങ്ങനെ അവൻ റമദാൻ വരെ എത്തിക്കുകയാണ്. അതിൽ അവന്റെ പ്രാർത്ഥനയുണ്ട്, പ്രവർത്തനയുണ്ട്. പ്രാർത്ഥന ഒരു ഭാഗത്ത് നടക്കണം, പ്രവർത്തനം മറ്റൊരു ഭാഗത്ത് നടക്കണം. ഇത് രണ്ടും സംഗമിക്കുമ്പോഴേ റമദാനിന് നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പ്രാർത്ഥന ഒരു ഭാഗത്തുണ്ട്, പ്രവർത്തനം മറ്റൊരു ഭാഗത്ത് മോശമാണെങ്കിൽ പിന്നെ റമദാനിനെ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, നിങ്ങൾ റജബ് മാസത്തിൽ സൽക്കർമ്മങ്ങൾ തുടങ്ങണം. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും മുക്തമായി ക്ലീനായി. നിങ്ങൾക്ക് വരാനിരിക്കുന്നത് 2 മാസം കഴിഞ്ഞാൽ റമദാനാണല്ലോ. അതിന്റെ സ്റ്റാർട്ടിങ് റജബ് മുതൽക്ക് തന്നെ നിങ്ങൾ ഒരുങ്ങണം. ആ ഒരുങ്ങുമ്പോൾ റജബിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി ശഅബാനിലേക്ക് എത്തുക. ശഅബാനിലും അതിന്റെ നില തുടർന്ന് ഒരു അളവ് വ്യത്യാസമില്ലാതെ, നിസ്കാരങ്ങൾക്ക് കോട്ടമില്ലാതെ, ജമാഅത്തുകൾക്ക് കോട്ടമില്ലാതെ, ഖുർആനുകൾക്ക് കോട്ടമില്ലാതെ എല്ലാം നിലനിർത്തി റമദാനിനെ നിങ്ങൾ അങ്ങ് എത്തിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ വലിയ തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ആ റമദാനിനെ സമയം പാഴാക്കാതെ നന്മകളിൽ മാത്രം മുഴുകാൻ അവന് അല്ലാഹു വലിയ തൗഫീഖ് കൊടുക്കുന്നതാണ്. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് അത്തരം സൗഭാഗ്യം തരണേ റഹ്മാനെ. റജബ് ഞങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റജബിൽ തന്നെ നന്നായി റജബിനെ ധന്യമാക്കുകയും ശഅബാനിലും അതേ നില തുടർന്നു വന്ന് റമദാനിൽ നിന്റെ മുത്തഖീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും നീ വലിയ തൗഫീഖ് കൊടുത്തതുപോലെ സാധുക്കളായ ഞങ്ങൾക്കും നീ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. സൂറത്തു സുമറിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് താഴ്മയോടെ മടങ്ങുകയും എന്നിട്ട് അവർ പറയുകയാണ്, അവന്റെ കൽപ്പന അനുസരിച്ച് അവന് കീഴ്പ്പെടുകയും ചെയ്യണേ മുഅ്മിനീങ്ങളെ. പിന്നെ എങ്ങാനും ശിക്ഷ വന്നതിന് ശേഷം എനിക്കത് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങളെ ഒരാളും ഒരു നിലയിലും സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾ ഓർക്കാതിരിക്കേ പടച്ചറപ്പെങ്ങാനും നിങ്ങളിലേക്ക് ശിക്ഷ ഇറക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ, അതനുസരിച്ച് ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റുകയും അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാൻ പെടുന്നവെന്നാൽ, അതാണ് പറയുന്നത്, വല്ലാത്ത ശിക്ഷപ്പെടുന്നവെന്നാൽ നിങ്ങൾ ഓർക്കുക പോലുമില്ല. ആ രൂപത്തിൽ അല്ലാഹു പല വിധേന നിങ്ങളെ പരീക്ഷിച്ചേക്കാം, പല വിധേന ശിക്ഷ ഇറക്കിയേക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
അന്ന് വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായിരുന്ന ഉരുൾപൊട്ടലുകൾ ആരെങ്കിലും ഓർത്തിരുന്നോ? അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന്, തന്റെ കുടുംബം നശിക്കുമെന്ന്, തന്റെ കുടുംബങ്ങളും തന്റെ സമ്പത്തുകളും എല്ലാം ഒരൊറ്റ രാവ് കൊണ്ട് അല്ലാഹു തുടച്ചു നീക്കുകയാണ്. പെടുന്നനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ആയുസ്സുള്ള ഈ സമയം, നിനക്ക് ബോധമുള്ള സമയം, നീ അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്തു മടങ്ങണേ. കഴിഞ്ഞ ശനിയാഴ്ചയിലെ റഷ്യയിലെ കസാഖിസ്ഥാനിൽ 150 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം, അതിലതാ ഒരാള് ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ചിത്രം പലരും കണ്ടതല്ലേ? പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുകയാണ്. പല യാത്രക്കാരും പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. ചിലപ്പോൾ വിമാന അപകടമായിരിക്കാം, ചിലപ്പോൾ ജലപ്രളയമായിരിക്കാം, ചിലപ്പോൾ കൊറോണയായിരിക്കാം. ഏതെല്ലാം രൂപത്തിൽ അല്ലാഹു പെട്ടെന്ന് അവന്റെ അദാബ് ഇറക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഉള്ള സമയം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നമ്മുടെ ജീവിതം മാറ്റിവെച്ച് റജബിനെ നന്നായി സ്വീകരിച്ച് ശഅബാനിലും അതേ നില തുടർന്ന് റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റജബ് 1 നോമ്പ് ഒരാൾ മുന്നാൽ അവന് വലിയ പ്രതിഫലമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ഖബറിന്റെ അടുത്ത് പോയി വല്ലാതെ കരയുകയാണ്. അങ്ങനെ കരഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയേ തങ്ങൾ ഇങ്ങനെ കരയുന്നത്? മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഖബറാളിയെങ്ങാനും റജബ് മാസത്തിലെ ഒരൊറ്റ ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അദാബ് സഹിക്കേണ്ടിയില്ലായിരുന്നു. അപ്പൊ തൗബാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, നബിയേ റജബിലെ ഏതെങ്കിലും ഒരു ദിവസം നോറ്റാൽ മതിയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നഅം, അതെ തൗബാനേ, ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ സ്വമ അവ്വല യൗമിൻ മിൻ റജബി വജബത് ലഹുൽ ജന്ന. വല്ലവനും റജബിനെ ആദരിച്ചുകൊണ്ട് റജബിന്റെ 1ാമത്തെ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായി, സ്വർഗ്ഗം അവന് ഉറപ്പാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെല്ലാവരെയും സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. റജബിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും, ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരും ഇടത്തോട്ട് വരണം, യാത്രമാക്കി ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. يا أكرم الخلق ما لمن ألون به سواك عنده للحادثين عميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيع رسول الله جاهك إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير فإن من جودك دنيا وما تها ومن علومك علم اللوح والقلم مولاي صل وسلم على حبيبك خير يا نفس لا تقنطي من زلة عظمت
إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير من على رحمة بحين يقسمها تهدي على حسب عصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرب مولاي لم دائما أبدا للخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمتي على النبي بمنهل ومنسجم مولاي دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي دائما أبدا على حبيبك خير الخلق كلهم ما نهت عذبا تباني ريح صبا وأطرب العيسى للعيس بالنغم مولاي دائما أبدا على حبيبك خير الخلق كلهم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا رسول الله الله يا ربي بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى